അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു നിലക്ക് പറഞ്ഞാൽ വളരെയധികം സന്തോഷവും, പക്ഷേ വിയോഗ വാർത്ത ആയതുകൊണ്ട് ഏറെ സങ്കടവും തോന്നുന്ന, നമുക്ക് വളരെയധികം വേദന തോന്നുന്ന ഒരു വാർത്തയാണ്, ഒരു സംഭവമാണ് എൻ്റെ പ്രിയമുള്ളവരെ പറയുന്നത്. ജീവിതത്തിലേറെ നമ്മൾ ചിന്തിക്കാനും നമുക്ക് മനസ്സിലാക്കാനുമുള്ള ഒരു പാഠം കൂടെയാണിത്. ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ മരണപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. കഴിഞ്ഞ ദിവസം ഹാഫിദ് സുബീഹ് നൂറാനി, അദ്ദേഹത്തിൻ്റെ മരണം നമ്മൾ കണ്ടു. വളരെയധികം വിനയാജ്ഞനാണ്, വളരെയധികം പാണ്ഡിത്യമുള്ള ഒരാളാണ്. ഖുർആൻ പാരായണത്തോട് വല്ലാത്ത താല്പര്യമായിരുന്നു. അതുപോലെ തന്നെ ആരെങ്കിലും ഒരു ഉസ്താദിനെ, ഒരു ആലിമിനെ കണ്ടാൽ അവരുടെ കയ്യെ പിടിച്ചിട്ട് ദുആ ചെയ്യാൻ പറയുകയും എന്തെങ്കിലും ഒരു ഇൽമ് നേടാൻ വേണ്ടിയിട്ട് അവിടുന്ന് പ്രവർത്തിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഇൽമിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു. അത്ര ഇങ്ങനെ ഒരു ജീവിതം നയിച്ചിരുന്ന ഒരു ചെറിയ പ്രായക്കാരനായ ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ ഹാഫിദ് സുബീഹ് നൂറാനി. എൻ്റെ പ്രിയമുള്ളവരെ, അദ്ദേഹം കോഴിക്കോട് വെച്ച് ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത കേൾക്കുന്നത്. ഈ വാർത്ത കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അറിയുന്ന ആളുകൾ പറയുന്ന വാക്യങ്ങൾ വളരെയധികം, എൻ്റെ പ്രിയമുള്ളവരെ, നമ്മളെ സന്തോഷം കൊള്ളിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചിട്ട് നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരൊക്കെ നല്ലത് പറയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ സ്വർഗത്തിലല്ലേ? ഒരു മനുഷ്യൻ മരിച്ചിട്ട് അദ്ദേഹത്തെ കുറിച്ചിട്ട് അവൻ മരിച്ചു പോയി എന്ന് സന്തോഷം കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ പ്രിയമുള്ളവരെ, അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 40 ആളെങ്കിലും നല്ലത് പറയുന്ന ഒരു മരണം അല്ലേ നമുക്ക് എപ്പോഴും ദുആ ചെയ്യൽ? അതല്ലേ നമുക്കതല്ലേ വേണ്ടത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മരിച്ചു കിടക്കുമ്പോൾ പോലും ആളുകൾ നല്ലത് പറയുന്നില്ല എങ്കിൽ, ഓ മരിച്ചതുകൊണ്ട് അവൻ്റെ കുടുംബം രക്ഷപ്പെട്ടു, ഓ മരിച്ചതുകൊണ്ട് അവൻ്റെ ഭാര്യ രക്ഷപ്പെട്ടു, ഓ മരിച്ചതുകൊണ്ട് അവൻ്റെ മക്കൾ രക്ഷപ്പെട്ടു എന്ന് പറയുന്നൊരു രീതിക്ക് ഒരു മനുഷ്യൻ്റെ മയ്യത്തായി കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച കണികൾ. നേരെ മറിച്ചോ, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് എല്ലാവരും നല്ലത് പറയുന്നുണ്ടെങ്കിൽ മക്കൾക്ക് പ്രയാസം, ഉമ്മയ്ക്കും വാപ്പയ്ക്കും അതുപോലെ തന്നെ ഭാര്യയ്ക്കും സങ്കടം, അയൽവാസികൾക്ക് സങ്കടം, കൂട്ടുകാർക്ക് സങ്കടം, നമ്മുടെ നാട്ടുകാർക്ക് വല്ലാത്ത വിഷമം. പടച്ചോനോ പോയല്ലോ റബ്ബേ, ഞങ്ങൾക്ക് നഷ്ടമാണല്ലോ. മനസ്സിലാക്കണം നിങ്ങൾ. അങ്ങനെ എത്ര മരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 1-2 മാസങ്ങൾക്ക് മുമ്പുണ്ടായൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു പ്രധാനപ്പെട്ട ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ്, ഞാൻ പേര് പറയുന്നില്ല, മനസ്സിലാകും നിങ്ങൾക്ക്. അദ്ദേഹത്തിൻ്റെ മരണം, അതിൻ്റെ കമൻറ്റിലൂടെ വന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ പടച്ചോ റബ്ബേ ഹൃദയം പൊട്ടിപ്പോകും. കാരണം എന്തേ? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കൊണ്ടായിരിക്കാം, മറ്റുമായിരിക്കാം, അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സന്തോഷിക്കുകയായിരുന്നു ചില ആളുകൾ, അല്ലേ? ആ സന്തോഷം കൊള്ളുന്നതിൻ്റെ പ്രിയമുള്ളവരെ നമ്മളിങ്ങനെ അറിയുമ്പോൾ, കാണുമ്പോൾ, കേൾക്കുമ്പോൾ പടച്ചോനെ നമുക്ക് താങ്ങാൻ കഴിയുമോ, അല്ലേ? പക്ഷേ നമുക്ക് വേണ്ടതെന്താ? ഒരു മനുഷ്യൻ മരിക്കുന്നത് പുഞ്ചിരിച്ചിട്ടാകണം. നമ്മൾ മരിക്കുന്നത് സ്വർഗം കണ്ടിട്ടായിരിക്കണം. നമ്മൾ മരിക്കുന്നത് എല്ലാവിധ സുഖത്തിൻ്റെ സൗകര്യങ്ങളോട് കൂടെ ആയിരിക്കണം. നമ്മുടെ നെറ്റിപ്പറങ്ങനെ വിയർക്കണം. ഒരു നല്ല മനുഷ്യൻ മരിക്കുമ്പോൾ എന്തെല്ലാം അടയാളങ്ങൾ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഉണ്ടായിട്ട് മരിക്കണം. ഇതല്ലേ നമുക്ക് വേണ്ടത്? അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം ഇങ്ങനെ വല്ലാതെ തൊണ്ടയിൽ നിന്നുള്ള ആ ഒരു ഇടറുന്ന ശബ്ദം, അല്ലേ? ആ വലിയുടെ ശബ്ദം കേട്ട് മുഖമിങ്ങനെ കറുത്തു പോയിട്ട് ഭീമാകാരമായ രീതിയിൽ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള മരണം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലാഹു തആല അങ്ങനത്തെ മരണങ്ങളിൽ നിന്ന് അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സൂഉൽ ഖാത്തിമത്തിനെ തൊട്ട് റബ്ബ് കാക്കട്ടെ. നമുക്ക് അല്ലാഹു തആല ഹുസ്നുൽ ഖാത്തിമത്ത് റബ്ബ് നമുക്ക് അടുപ്പിച്ച് തരട്ടെ, നമ്മിലേക്ക് തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. നമ്മളതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരോടും ബന്ധപ്പെട്ടവരോടും എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറുക. നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ നന്മ ചെയ്യേണ്ടത്, നല്ല രീതിയിൽ പെരുമാറേണ്ടത് നമ്മുടെ വീട്ടുകാരോടാണ്, നമ്മുടെ ഭാര്യയോടാണ്, നമ്മുടെ വാപ്പയോടാണ്, ഉമ്മയോടാണ്, കൂടെ പിറപ്പുകളോടാണ്. അയൽവാസികളോടും കൂട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ നല്ല നിലയിലുണ്ടാകും. പക്ഷേ വീട്ടിൽ വളരെ മോശമായിരിക്കും. അങ്ങനെയും ചില ആളുകളുണ്ട്. ചെയ്യാൻ പാടില്ല. നമ്മൾ
നമ്മുടെ വീട്ടുകാരോട് നന്മയിൽ വർത്തിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുള്ള ആളുകളോട്, പുറത്തുള്ള നമ്മുടെ കൂട്ടുകാരോടും ബന്ധപ്പെട്ടവരോടും നമുക്ക് വളരെ സൗമ്യമായിട്ട് നല്ല നിലയിൽ നിൽക്കാൻ കഴിയും. ചിലപ്പം കൂട്ടുകാരോട് ചിരിക്കുന്നുണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അവർക്ക് തന്നെ തൃപ്തി ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മുടെ ഇടപെടലും നമ്മുടെ കാര്യങ്ങളിലും. കാരണം എന്താ അറിയോ? നമ്മുടെ വീട്ടിൽ നമ്മൾ മോശക്കാരായതുകൊണ്ടാണ്. മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നമ്മൾ മോശക്കാരാണോ, നമ്മുടെ വീട്ടിൽ നമ്മൾ ഭാര്യയോട് മറ്റോട് മോശമായിട്ട് പെരുമാറുന്നവരാണോ, എങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ അഭിനയിക്കലാണ്. നമ്മൾ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും മുമ്പിൽ നമ്മുടെ സ്നേഹത്തെ, നമ്മുടെ നന്മയാർന്ന സ്വഭാവത്തെ, ആ സൽസ്വഭാവത്തെ നമ്മൾ അഭിനയിക്കലാണ്. നമ്മൾ അഭിനയമല്ലല്ലോ വേണ്ടത്, റിയലായിട്ടാണ് നമ്മുടെ ഓരോ പ്രവർത്തനവും നമുക്ക് വേണ്ടത്. നമ്മുടെ ഓരോ കാഴ്ചപ്പാടുകളും സംസാരവും രീതികളൊക്കെ റിയലാണ് വേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ആ കുടുംബത്തിലും മറ്റുള്ളവരൊക്കെ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകാരൊപ്പം നാട്ടുകാരോടൊപ്പം നല്ല രീതിയിൽ നിൽക്കുമ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് നമുക്ക് തന്ന ആയുസ് കുറുകി, അവിടെ നിന്ന് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് നമ്മളെ റൂഹിനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തായിരിക്കും പടച്ചവനെ നമുക്ക് നമ്മുടെ മയ്യത്തിൻ്റെ ചാരത്ത് നിന്ന് കരയുന്ന ആളുകൾ, നമ്മുടെ മയ്യത്തിൻ്റെ തൊട്ടടുത്ത് ഒന്ന് നിന്ന് ആ കട്ടിലും ഒന്ന് പിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ. അങ്ങനെ എത്ര ആളുകളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയും അല്ലേ? നമ്മൾ കരഞ്ഞുകൊണ്ട് ദുനിയാവിലേക്ക് വന്ന ആൾക്കാരാണ്. ഉമ്മാൻ്റെ ഗർഭാശയത്തിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോൾ കൈ ഇങ്ങനെ ചുരുട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ ചിരിക്കണം. നമ്മൾ കരഞ്ഞുകൊണ്ട് വന്നപ്പോൾ നമ്മുടെ കൂടെ ഉള്ള ആളുകളൊക്കെ നമ്മുടെ ചുറ്റും നിന്നിട്ട് ഉമ്മയും ബാപ്പയും അതുപോലെ തന്നെ കൂടെ പിറപ്പുകളുണ്ടാകും, മറ്റുള്ളവരൊക്കെ നിന്നിട്ട് ചിരിക്കായിരുന്നു. എന്തിന്? നമ്മൾ ജനിച്ച സന്തോഷത്തിന് അല്ലേ? ഒരു കുട്ടി ഉണ്ടായിരുന്നില്ല സന്തോഷത്തിന്. ഇനി നമ്മൾ ഇവിടെ നിന്ന് മരണപ്പെടുന്ന സമയത്ത് ഈ പറയുന്ന ആളുകളൊക്കെ കരയണം, പടച്ചോനെ ഓൻ പോയല്ലോ അല്ലേ? അപ്പം അവരുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്കിങ്ങനെ പുഞ്ചിരിച്ചിട്ട് ചിരിച്ചിട്ട് കിടക്കാൻ കഴിയണം അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ആ ഒരു അവസ്ഥ അല്ലേ? എന്തൊരു മനോഹരമായ അവസ്ഥയാണ്. അപ്പോൾ ഹാഫിദ് സുബൈഹ് നൂറാനിയുടെ മരണ വാർത്ത കേട്ടപ്പോൾ എല്ലാവർക്കും നന്മയെ പറയാനുള്ളൂ, വളരെ വിനയം. ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ, ഒന്ന് പരിചയപ്പെട്ടാൽ വീണ്ടും അദ്ദേഹത്തെ പരിചയപ്പെടാനും മറ്റും ആളുകൾക്ക് തോന്നുന്ന രീതിയിലുള്ള സംസാരം, അതുപോലെ തന്നെ അറിവ് നേടാനുള്ള, പാണ്ഡിത്യം നേടാനുള്ള, ഒരുപാട് എൽമ് കരസ്ഥകമാക്കാനുള്ള ആ ഒരു താല്പര്യം, അതുപോലെ തന്നെ ഖുർആനോടുള്ള അമേയമായ ബന്ധം. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഈ ജീവിതം കൊണ്ടാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ ഉയരത്തിലെത്തിയത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ എല്ലാവരും സങ്കടപ്പെടുന്നത്, അദ്ദേഹം പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അല്ലേ? കഴിഞ്ഞ ദിവസം നോക്കൂ, കഴിഞ്ഞ മാസങ്ങളിൽ മാണിയൂർ ഉസ്താദിൻ്റെയൊക്കെ വഫാത്ത്, അങ്ങനെ സമസ്തയുടെയൊക്കെ നമ്മുടെ കാലിമീങ്ങളുടെയൊക്കെ വഫാത്ത് എടുത്തു നോക്കൂ. അവരൊക്കെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട്, അവരൊക്കെ പോയല്ലോ, അവരെ ഇനി നമുക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെടുന്ന ഒരുപാട് ആളുകളെയാണ് നമുക്ക് കാണുന്നത് അല്ലേ? കണ്ണ് നിറക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാഫിദ് സുബൈഹ് നൂറാനിക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ, അവിടുത്തെ ഖബർ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ, അല്ലാഹു സന്തോഷപൂരിതമായ ഖബർ ജീവിതം അല്ലാഹു നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.